അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കിങ്ഡത്തിൻ്റെ ടീസറല്ല റിലീസ് ഡേറ്റ് പ്രോമോ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലേ? അതെ അതെ. കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ് ദേവർകൊണ്ട എന്നൊരു പവർ പാക്ട് ഒരു എന്താ പറയാ, നമ്മുടെ യൂത്ത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള കോരിത്തെരിപ്പ് ഗൂസ് പംസ് ആണ് പുള്ളിയുടെ ഒരു പടം. എന്താ പറയാ, നമ്മുടെ ഗീതാ ഗോവിന്ദം, അർജുൻ റെഡ്ഡി അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകണ ഒരു പടമാണ് കിങ്ഡം എന്ന് പറഞ്ഞാൽ. പുള്ളിയുടെ ആ ഒരു പഴയ ബാക്ക് ടു ബാക്ക് സാധനങ്ങളൊക്കെ ഇതിലോട്ട് കിങ്ഡത്തിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഡൗൺഫോൾ ഒക്കെ പുള്ളിക്ക് ഉണ്ടായെങ്കിലും നമ്മുടെ ഖുഷി അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. ഫാമിലി സ്റ്റാർ പുള്ളിയുടെ ബ്രേക്ക് അതല്ലൊരു വിചാരിച്ചിരിക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ പുള്ളി കുറെ പടങ്ങളൊക്കെ ഇറക്കിയായിരുന്നു. എന്നാലും നമ്മളത് അതെ. പക്ഷെ ഇത് പുള്ളിയുടെ ഒരു മാസ് എൻട്രി തന്നെ ആയിരിക്കും അല്ലേ? എൻട്രി ആയിരിക്കും. കാരണം അതിന്റെ മൊത്തം ഒരു പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ അങ്ങനെയാണ്. അതായത് പടം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗൗതം തിനാനൂരിയാണ്. പുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാനിയുടെ ജേഴ്സിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. ജേഴ്സി നല്ലൊരു കിടിലം പടമാണ് നാനിയുടെ കരിയറിൽ തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഡയറക്ടർ നല്ലൊരു ഡയറക്ടറാണ്. പിന്നെ മ്യൂസിക് ചെയ്യണം നമ്മുടെ അനിരുദ്ധാണ്. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി ആയാലും സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ പോലെയൊക്കെ നല്ല ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാം നല്ലൊരു ഇതിൽ വരുന്നൊരു പടമാണ്. അതെ. അപ്പം അങ്ങനെ കുറേ ഇതിലുള്ളൊരു പടമാണ്. അതുപോലെ തന്നെ മറ്റേതാണ്, ഇത് പാൻ ഇന്ത്യൻ പടമാണ്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു മലയാളത്തിലുണ്ടാവും. പക്ഷെ നമ്മൾ തമിഴ് കാണുള്ളൂ. മലയാളത്തിലുണ്ടെങ്കിലും ഡബ്ബ് ഒരു സുഖം ഉണ്ടാവാറില്ല സാധാരണ. പക്ഷെ തമിഴാകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും കിങ്ഡം റിലീസ് ഡേറ്റ് പ്രോമോ. അതെ, നമ്മൾ തമിഴിലാണ് കാണുന്നത്. തെലുങ്കിൽ എല്ലാത്തിലും ഉണ്ട്. എന്നാലും നമുക്കൊരു ഈസി കൺവീനിയൻസ് നമ്മൾ തമിഴിൽ കാണുന്നു അല്ലടാ? തമിഴ് കാണുന്നു. അതെ 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 അതെ. അപ്പോൾ നമുക്ക് വെക്കാം അല്ലടാ? വെക്കാം. അതെ. ഓക്കെ. ശ്രീകരൻ സ്റ്റുഡിയോസ് പ്രസൻസ് സിത്താരാം എന്റർടൈൻമെന്റ് സിനിമാസ്. എല്ലാരും ഉണ്ടല്ലോ, ഫുൾ കംപ്ലീറ്റ്ലി ടീമാണല്ലോ. ഫുൾ ടീമുണ്ട്. പടം പോസിറ്റീവ് ആയാൽ മതി. ഈ മറ്റേ ഏതാ നമ്മുടെ മറ്റേ പത്താം പടത്തിലെ ഒരു ഓപ്പണിങ്. അപ്പോൾ 10,000 കോടി അടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പണിങ് രീതിയിൽ തന്നെയാണ് ഇതും വരുന്നത്. ആ ഒരു ടീസർ കട്ടാണ് ഞാൻ പറയണം, ആ ഒരു സ്റ്റൈല്. അതെ, ഒരു അടുത്തൊരു 1,500 കോടി എന്ന് പറയാലോ വേണമെങ്കിൽ അല്ലേ? അങ്ങനെ പറയാം. പിന്നെ ഇതായിട്ടാണ്, കോൺസ്റ്റബിൾ ആയിട്ടാണ്. അതങ്ങനെ കാണുന്നൊരിതല്ല, മനസ്സിലായോ? അതായത് മെയിൻ റോള്. അതെ, ആ ഒരു സ്കീം. ഞാൻ സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഈ പുള്ളി ഇപ്പൊ ഞാൻ പറയാൻ ലക്കി ഭാസ്കർ ഒരു കോമൺ മാൻ പടാ, അതുപോലെ തന്നെ അതെ എടുക്കണ പടം കോമണർ രീതിയിൽ മാത്രം പുള്ളി എടുക്കണമെന്ന് അങ്ങനത്തെയാണ് ഒരു സംശയം. അതെ, ഒരു സംശയം നമ്മുടെ ഉന്നയിച്ചാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അല്ലേ? നമ്മൾ റിയാക്ട് ചെയ്യണായിരിക്കും വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് ബാക്കി ആക്ഷനൊക്കെ ഒരു രക്ഷയില്ലാട്ടാ. വിഷ്വൽസും മറ്റേ ഇതറാ ഹെലികോപ്റ്റർ. ഈ ബാങ്കർ ഏതാണ് ഈ പുള്ളി? അത് ആ ഷോട്ട് ഉണ്ടാ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് വിഷ്വലി പടം വേറെ ലെവലാ. അടുത്ത ട്രാൻസിഷൻ കണ്ട ബുള്ളറ്റ് കൊണ്ട് അതൊക്കെ പറഞ്ഞ വിഷ്വലി പടം രക്ഷയില്ല. മ്യൂസിക് കേട്ടാ എല്ലാം ഡ്രിഫ്റ്റും മ്യൂസിക് ഇങ്ങനെ ഇത് കണ്ടാക്കണ. എടാ ഇത് ഇതിലുണ്ടായിരുന്നില്ലേ പത്താല്? മാത്രല്ല നമ്മുടെ ഖുറൈശി അബ്രഹാം ലൂസിഫർ ആ തോക്ക് മതി. അങ്ങനെയാണെങ്കിൽ ലൂസിഫർ എല്ലാത്തിലും കയറി അല്ലേ? അതെ കയറി. പക്ഷെ ഇത് സാധനം ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഏകദേശം കത്താനുള്ള വകയുണ്ട്. ഏതാണല്ലേ
അതെ, ലുക്ക് കണ്ട ബസ് കട്ടൊക്കെ അടിച്ചിട്ട് കോരിത്തിരിപ്പ് സാധനം. പുള്ളി ആക്ഷൻ ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ട് ആക്ഷൻ ചെയ്യണം. കൊറേ ആയേ ഇതിനിടയില് തേഞ്ഞിരിക്കുകയാണ്. അതായത് പൊട്ടി വയ്യാണ്ട ഏത്, പക്ഷെ ആക്ഷൻ എന്ന് പറയുമ്പോ മറ്റേ ലൈഗറൊക്കെ അയ്യോ അതുപോലെ ആവാണ്ട മതിട്ടാ. അതിന്റെ ടീസറൊക്കെ നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് പക്ഷെ പറയാൻ പറ്റില്ല, പ്രൊഡക്ഷൻ കമ്പനി നല്ലൊരു ഇതാണല്ലോ. അപ്പൊ ഓക്കെ കിങ്ഡം ഒക്കെ ഈ മാസം റിലീസ് ഉണ്ടോ? ജൂലൈ 31, 2005. ഈ മാസം പറഞ്ഞിട്ടുള്ളൂ. 10 ദിവസത്തോണ്ടാണ്. 10-15 ദിവസം ബാക്കിയുള്ളോ റിലീസിന്. ട്രെയിലറില്ല, പ്രൊമോഷൻ കുറച്ചധികം വേണ്ടി വരും പ്രൊമോഷന് വേണ്ടിട്ട് അല്ലേ? കാരണം ഇപ്പൊ വലിയ രീതിയിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല നമ്മള്. ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്, അതും ഈ പറഞ്ഞ മാതിരി സാധനം നല്ലതായിരിക്കുന്ന ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ അനിരുദ്ധിന് പടങ്ങളോട് പടം ഈ മാസം, അടുത്ത മാസം കൂലിയുണ്ട്. എന്തായാലേ നല്ല കിടിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് വന്നതും അങ്ങനെ തന്നെയായിരുന്നു, നല്ലൊരു പ്രതീക്ഷ ഉള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ പിന്നെ അനിരുദ്ധ് ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ ഹിറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? വീഡിയോ അപ്പോൾ അത് സെറ്റ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്, കാരണം ചെറിയൊരു ടീസർ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യാം എല്ലാവരും. അതെ, അപ്പോൾ എല്ലാവരും മൊത്തം വീഡിയോ ഇഷ്ടപ്പെട്ടോ, സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഇനിയും ചെയ്യണോ, അതുപോലെ തന്നെ എന്താ അങ്ങനെ എന്തുവേണമെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാം നിങ്ങൾ. മൊത്തം എന്നിട്ട് റിവ്യൂ പറയാ, നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് പറയാം ടീച്ചർ. നിങ്ങൾ മാക്സിമം അതെല്ലാം ഉൾക്കൊള്ളുത്തി നിങ്ങളത് മുറുകെ പിടിച്ച് നിങ്ങൾ അതിന്റെ ഒരു വിമർശനം ആയാലും നല്ലതാണ് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ റിയാക്ട് ചെയ്യണമായിരിക്കും. കമന്റിൽ അയക്കണ കമന്റ് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ശരി. അതെ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അതിലും ഫോളോ ചെയ്യുക. നമ്മുടെ ഷോർട്സ് വീഡിയോസ് കാണുക. ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജസ്റ്റഡ് വീഡിയോസ് ഒക്കെ ഞങ്ങളുടെ സജസ്റ്റഡ് ഫിലിംസ് ഞങ്ങളുടെ ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യും. അപ്പോൾ സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. ബൈ.